ശ്രീ സജി ചെറിയാൻ. സർ, ഞാൻ ഈ ബജറ്റിനെ എതിർക്കുകയാണ്. സർ, കേരളത്തോട് കേന്ദ്രം കഴിഞ്ഞ 10 വർഷമായി കാണിക്കുന്ന ഉപരോധത്തിൻ്റെ ഒരു സാക്ഷ്യപത്രം ഈ ബഡ്ജറ്റിൽ അങ്ങ് കാണിക്കണമായിരുന്നു. അതുകൊണ്ട് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന, ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കേന്ദ്രം നമുക്ക് തരാതെ പോയ 10 വർഷത്തെ കുടിശ്ശിക അല്ലെങ്കിൽ എത്രമാത്രം തരാനുണ്ട് എന്ന് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ഒരു കണക്കനുസരിച്ച് 2 ലക്ഷം കോടി രൂപ കേരളത്തിന് 10 വർഷമായി കേന്ദ്ര ഗവൺമെൻറ് നൽകാതിരുന്നു എന്നതാണ് ഞാൻ പ്രാഥമികമായി വിലയിരുത്തുന്നത്. എന്തായാലും അറിയാൻ താല്പര്യമുണ്ട്. സർ, രണ്ടാമത്തെ കാര്യം, കിഫ്ബി അത് മോഡിഫൈ ചെയ്യണമെന്ന് അങ്ങ് പറഞ്ഞെങ്കിലും അതിനെ തകർക്കുന്ന യാതൊരു നീക്കവും അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകുന്നതിന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇന്ന് കേരളത്തിൻ്റെ നാഷണൽ ഹൈവേ, PW റോഡുകൾ, 400ഓളം പാലങ്ങൾ, ആയിരക്കണക്കിന് സ്കൂൾ, കോളേജ്, ആശുപത്രി കെട്ടിടങ്ങൾ, മലയോര ഹൈവേ, ദേശീയ ജലപാത, കുടിവെള്ള പദ്ധതികൾ, ഇത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും, ബഹുമാന്യ സ്പീക്കർ അടക്കം എല്ലാ മണ്ഡലങ്ങളിലും ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. അതിനെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം ഇത് പൂർണ്ണമായി തകർക്കുന്ന തരത്തിലേക്ക് ഒരു നീക്കം ഈ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകരുത് ഞാൻ വിനയം കൂടെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം കേരളത്തിൻ്റെ ഭാവിക്ക് അത് വളരെ പ്രധാനമാണ്. സർ, ഒരുപാട് പ്രതിസന്ധി നിറഞ്ഞ ഒരു 3 മാസമാണ് ഇപ്പോൾ കടന്നുപോയത്. എണ്ണവിലയിൽ വന്ന വർധനവ്, രൂപയുടെ മൂല്യത്തിൽ വന്ന തകർച്ച, സ്വർണ്ണവിലയിലെ വർധനവ്. സർ, ഇതിൻ്റെ ഫലമായി മൊത്തത്തിൽ വിലക്കയറ്റം വലിയ രൂക്ഷമാണ്. സർ, ഈ സാമ്പത്തിക രംഗത്തെ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന എന്തെല്ലാം നിർദ്ദേശം അങ്ങ് ഈ ബഡ്ജറ്റിലൂടെ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നു, അത് അങ്ങയുടെ സ്റ്റേറ്റ്മെൻറ്റ് അവസാനം കാണുമെന്ന് പ്രതീക്ഷിക്കുക. സർ, സ്ത്രീ സുരക്ഷാ പെൻഷൻ അങ്ങ് നിർത്തരുത്. അതിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം. ഇപ്പോൾ 2 മാസം പണം കൊടുത്തു, ന്യായം 2 മാസം മുമ്പാണ് നിങ്ങൾ പ്രഖ്യാപിച്ചെന്നൊക്കെ പറയാൻ കഴിയും. സർ, 16,40,343 പേർക്ക് ഈ പെൻഷൻ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഇത് കേരളത്തിലെ നമ്മുടെ പാവപ്പെട്ട സാധാരണ സ്ത്രീകൾക്കൊരു വലിയ ഒരു പ്രയോജനമാണെന്ന കാര്യം കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിനുള്ള സമ്പത്ത് കണ്ടെത്തി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. സർ, 31.3 ലക്ഷം സ്ത്രീകൾക്കാണ് ഈ പദ്ധതി കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. 1000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ വിശദാംശമുണ്ട്. ഈ ബഡ്ജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിക്ഷേപങ്ങളെ സംബന്ധിച്ച് അങ്ങൊരു പോയിന്റ് പറഞ്ഞു, ഡെസ്റ്റിനേഷൻ പോയിന്റായി ഉയർത്തും. അങ്ങ് ഈ പറഞ്ഞ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ ഈ മേഖല സ്വകാര്യവൽക്കരണത്തിൻ്റെ ഒരാശയം അതിനകത്ത് അങ്ങ് കാണിക്കുന്നു എന്നത് ഗൗരവമായി ഞാൻ ഉന്നയിക്കുകയാണ്. കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും യാതൊരു കാരണവശാലും സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല. അത് കേരളത്തിൻ്റെ ഭാവിയെ തകർക്കുമെന്ന കാര്യത്തിൽ ഒരു ശരിയായ നിലപാട് അങ്ങ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുക. സർ, അങ്ങ് വളരെ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. പദ്ധതിയിൽ അതിൻ്റെ അടങ്കലിലെ വെട്ടിച്ചുരുക്കൽ അത് മുൻ ഗവൺമെൻറ് തലയിൽ വെച്ച് കെട്ടാൻ അങ്ങ് ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 20,500 കോടി രൂപ അധിക കേന്ദ്ര വിഭവം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കണക്കാക്കിയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ 20,000 കോടി രൂപയുടെ പ്ലാൻ തയ്യാറാക്കിയത്. സർ, അതിൽ നിന്ന് കുറവ് വന്നപ്പോൾ 30,370 കോടി രൂപയായിട്ട് അങ്ങ് ബഡ്ജറ്റിൻ്റെ ഈ പ്ലാൻ ഔട്ട്ലേ വെട്ടിക്കുറച്ചു. 5,380 കോടി രൂപ കുറഞ്ഞിട്ടുണ്ട്. സർ, ഇതിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇത്തരം പ്രവണതകളെ കൈകാര്യം ചെയ്യുമ്പോൾ അത് പറയുന്ന ഫിസ്ക്കൽ കൺസോൾട്ടേഷൻ അഥവാ ധനദൃഢീകരണം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് പരിഹരിക്കേണ്ട സാർ, ചെലവ് കുറച്ച് ഈ പ്രശ്നം പരിഹരിക്കണം. അങ്ങ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് നൽകുമെന്ന പ്രതീക്ഷയിൽ പ്ലാൻ ഔട്ട്ലൈനിൽ വെച്ച തുക അത് പൊതുവായി കുറയ്ക്കുന്ന സമീപനം ശരിയായില്ല. അത് പുതിയ ഒരു സന്ദേശമാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്നത്. കാരണം ക്ഷേമ പദ്ധതികളുടെ എല്ലാം വെട്ടിക്കുറച്ചു. ഞാൻ മത്സ്യമേഖലയെ പറ്റി മാത്രം പറയാം. LDF ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ 484.10 കോടി രൂപ കൊടുത്തു. അങ്ങയുടെ ഈ ബഡ്ജറ്റിൽ വെട്ടിച്ചുരുക്കൽ വന്നപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി 410.191 കോടിയുള്ളൂ. 73 കോടി രൂപ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ 35 കോടി, പഞ്ഞമാസത്തിൽ സഹായിക്കാൻ വേണ്ടി കൊടുത്ത പദ്ധതി 44 കോടി, മത്സ്യകൃഷി വികസനത്തിന് 40% അങ്ങ് വെട്ടിക്കുറച്ചു. പുനർവേഗം പദ്ധതിയിൽ 24 കോടി അങ്ങ് വെട്ടിക്കുറച്ചു. അങ്ങൊരു കാര്യം ചെയ്തു, 50 രൂപയിൽ നിന്ന് 75 രൂപയായിട്ട് മണ്ണെണ്ണയുടെ സബ്സിഡി കൂട്ടി. ഞാൻ എന്നെ അഭിനന്ദിക്കുകയാണ്, ഞാനതൊന്നും എതിർക്കുകയല്ല. പക്ഷേ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കേണ്ട പണത്തിൽ വെട്ടിക്കുറവ് വരുമ്പോൾ അങ്ങ് പറഞ്ഞ ന്യായം നമ്മുടെ പ്ലാൻ ഔട്ട്ലൈനിൽ വന്നിട്ടുള്ള കുറവ് അത് ഇതിലല്ല വെക്കേണ്ടത്. അത് ചെലവ് കുറച്ച് മറ്റു തരത്തിൽ ദൂർത്തോ ചെലവുണ്ട് കുറച്ചിട്ട് അത് പരിഹരിക്കണമെന്ന ഉദ്ദേശം എനിക്ക് വെക്കാറുണ്ട്. സർ, അങ്ങ് വളരെ ബുദ്ധിമാനായ ആളായതുകൊണ്ട് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത്
നടപ്പാക്കിയ പദ്ധതികളിൽ ചിലത് അതെല്ലാം മാറ്റി വളരെ തന്ത്രപരമായി മിഷൻ സമുദ്ര സാർ എന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു, കേരളത്തിലെ ജനങ്ങളെ ആശങ്കപ്പെടുന്നു. ഒരുപാട് സംശയം സാറുണ്ട്. കേരളത്തിൽ 600 കിലോമീറ്റർ തീരദേശം ഉപയോഗപ്പെടുത്തി മാരിടൈം സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കും. എന്താണെന്ന് മനസ്സിലാക്കണം. കോവളം, കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ മറ്റ് 13 നോൺ മേജർ തുറമുഖങ്ങൾ ഉപയോഗിച്ചുള്ള മാരിടൈം പോളിസി, സദേൺ കേരള എക്കണോമിക് കോറിഡോർ ആൻഡ് റെയർ എർത്ത് ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് കോറിഡോർ. സാർ 3 ജില്ലകളെയാണ് പറയുന്നത്, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇതിനെ പ്രയോജനപ്പെടുത്തും. അതിൽ ഈ ബഡ്ജറ്റിൽ പറയുന്ന മേഖല ഒന്ന് തിരുവനന്തപുരം. ആ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബ് ഉണ്ടാകും. 2 കൊല്ലം ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രം ഇത് അടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്പർ 3 മേഖല ആലപ്പുഴ. സാർ ഇന്ത്യയുടെ ബ്ലൂ എക്കണോമി തലസ്ഥാനം. അങ്ങേക്ക് ആലപ്പുഴയുടെ ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ദയവേദി ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങൾക്ക് ബ്ലൂ എക്കണോമി ഒന്നും വേണ്ടി പൊള്ള എക്കണോമി തന്നെ വലിയ കുഴപ്പമില്ല, ഞങ്ങൾ കൊണ്ടുനടക്കുക. സാർ ബഡ്ജറ്റിന്റെ 10ാമത്തെ പേജിൽ അങ്ങ് പറയുന്നുണ്ട്, ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ കേരളത്തെ രാജ്യത്തിന് തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലയാക്കി മാറ്റും. സാർ ഇത് തന്നെയാണ് ഇന്ത്യയിലെ BJP ഗവൺമെന്റ് പറയുന്നത്. ഇന്ത്യയിലെ BJP ഗവൺമെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒന്ന് തന്നെയാണ് പറയുന്നത്. സാർ അന്ന് നിങ്ങൾ ഇതിനെ എതിർത്തു. ഈ രാജ്യത്തെ ധാതു ഖനനത്തെയും സ്വകാര്യവൽക്കരണം നിങ്ങൾ എതിർത്തിട്ട് നിങ്ങൾ എന്തിനാണിപ്പോൾ ഈ പുതിയ വേർഷൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്? സാർ 2023 ഫെബ്രുവരി മാസം 9 കേന്ദ്ര ഖന മന്ത്രാലയം അതിന്റെ തീരുമാനപ്രകാരം 2002 ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട് ഖനനവുമായി ബന്ധപ്പെട്ട്. 11/3/2023 LDF ഗവൺമെന്റ് നിയമ ഭേദഗതി ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നടപ്പാക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ കടലും കായലും കരയും നാടും കടൽ സമ്പത്തും ഇല്ലാതാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കേരളത്തിന്റെ 10 പ്രധാന ഇടത്താണ് ഇതിന് സാധ്യതയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നു. ഈ 3 ബ്ലോക്കുകൾ ഇപ്പൊ അങ്ങ് പറഞ്ഞ കൊല്ലം, തിരുവനന്തപുരം, ആലപ്പുഴ തീരദേശ മേഖലയിലാണ് ഈ നടപടി എടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ടെൻഡർ കൊടുത്തു കഴിഞ്ഞു. എനിക്കറിയേണ്ടത് അങ്ങ് പറയുന്ന ഈ വേർഷൻ, ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനവും ഖനനവും കേന്ദ്ര ഗവൺമെന്റ് ഖനനവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന കാര്യം അങ്ങ് ഒന്ന് വിശദീകരിക്കും, നല്ലതായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അപകടം എന്താ? കടൽജലത്തിൽ മലിനീകരണം, മത്സ്യസമ്പത്ത് 12 നോട്ടിക്കൽ മൈൽ പൂർണ്ണമായി ഇല്ലാതാകും. മറ്റ് കടൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കും. മത്സ്യത്തൊഴിലാളിയുടെ തൊഴിൽ നഷ്ടം ഉണ്ടാകും. ഉൾനാടൻ മേഖലയെ ബാധിക്കും. ഇനി കൊല്ലം പരപ്പിനെ പറ്റി അങ്ങ് മനസ്സിലാക്കണം. അങ്ങറിയായിരിക്കും മത്സ്യസമ്പത്തിന്റെ വലിയ കേന്ദ്രമാണ്. വലിയ നാദസമ്പത്തിലുണ്ട്. 275-375 മീറ്റർ ആഴത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളായി 3300 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ചെമ്മീൻ, ഞണ്ട്, മത്തി, അയില, കിളിമീൻ, കണവ, നീരാടി ഉൾപ്പെടെ സമ്പന്നമായ ഫലഭൂയിഷ്ടമായ പ്രദേശം. സാർ ആലപ്പുഴയെ പറ്റി അങ്ങ് പറയുന്നു, ഇന്ത്യയുടെ ബ്ലൂ എക്കണോമിക് കോറിഡോർ. ഞാൻ ആദ്യം പറഞ്ഞു, ദയവായി ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഞങ്ങളുടെ ജില്ല എന്ന് പറയുന്നത് ഒരു നാഷണൽ ഹൈവേ മാത്രമേ ഉള്ളൂ കടലും കായലുമായിട്ട് ബന്ധപ്പെട്ട്. നാഷണൽ ഹൈവേ പൊളിഞ്ഞാൽ കടലിഞ്ഞ് കയറും. ഞങ്ങളുടെ ചെങ്ങന്നൂർ വരെ കുട്ടനാട്, അപ്പുറം കുട്ടനാട് എല്ലാം പോകും. സാർ ഒരു കാരണവശാലും ഈ ധാതു ഖനനം അങ്ങ് മനസ്സിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. ഇതിനെതിരായിട്ടാണ് അതിശക്തമായ സമരം നമ്മൾ ആലപ്പുഴ നടത്തി. അങ്ങയുടെ നേതാവ് ശ്രീ VM സുധീരൻ അടക്കം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. അതുകൊണ്ട് വളരെ സീരിയസ് ആയി വേണം ഈ പ്രശ്നത്തെ കാണാൻ. പണം ഉണ്ടാക്കാനുള്ള വഴി വേറെ ആലോചിക്കണം. ഇതാണ് മനസ്സിൽ വെച്ചിരിക്കുന്നതെങ്കിൽ ദയവേത് ആ പ്ലാനിലേക്ക് പോകരുതെന്ന് വിജയമായി അഭ്യർത്ഥിക്കുന്നുണ്ട്. അപകടം എന്താണ് സാർ? ഭൂമിയുടെ അവകാശം നഷ്ടപ്പെടും. മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം അപകടത്തിലാകും. ഭൂമിയുടെ ഘടനയിൽ മാറ്റം വരും. മാലിന്യ പ്രശ്നം ഉണ്ടാവും. സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും. കടൽ കലന്നു കയറും. നാട് മുഴുവൻ നഷ്ടപ്പെടും. ഞാൻ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിവിടെ സംസാരിക്കുന്നത്. സാർ ഒരു മിനിറ്റാണ്. ഈ കോറിഡോർ ആലപ്പുഴക്കാർക്ക് വേണ്ട. അതിശക്തമായ സമരം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും. LDF ഗവൺമെന്റ് അടിസ്ഥാന വികസനത്തിൽ മുൻകൈയെടുത്തു. ഈ ബഡ്ജറ്റ് അത് ഘടകവിധമാണ്. ഞാൻ അങ്ങ് വരാം. അതുകൊണ്ട് സാർ അതിവേഗ റെയിൽ പദ്ധതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേൾക്കണം. കല്ലൂരിയ വിഷയത്തിൽ ഒരുപാട് ആക്ഷേപം കേട്ട ആളാണ് ഞാൻ. അങ്ങ് അതിവേഗ റെയിൽ പദ്ധതി ഇപ്പം റദ്ദാക്കി. എനിക്കതിനകത്ത് തർക്കമൊന്നുമില്ല. പക്ഷെ കേരളത്തിന്റെ പ്രശ്നം എന്താ സാർ? റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. സാർ ദയവ് ചെയ്ത് അങ്ങക്ക് നല്ല വിഷനുണ്ട്. ഞാൻ സമ്മതിച്ചു. ഒരു പ്രോജക്റ്റ് ഇതിന്റെ ഭാഗമായി പ്രഖ്യാപിക്കണം. അങ്ങ് പറയുന്ന പ്രോജക്റ്റ് ഒന്നും കൊണ്ട് കേരളത്തിൽ ഇത് വിലപ്പോവില്ല. അതിവേഗ റെയിൽ പദ്ധതി ലോകത്ത് മുഴുവൻ പോയി ഇതിൽ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. പല രാജ്യങ്ങളിൽ പോയി. സാർ അതിന്റെ ഒരു മാറ്റം ലോകത്തുണ്ടായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു പദ്ധതി അങ്ങയുടെ കാലത്ത് പ്രഖ്യാപിച്ച് നടപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ മുൻകൈ എടുക്കണമെന്ന് ഞാൻ ബന്ധിക്കുകയാണ്. സാർ
കാർഷിക മേഖലയിലെ പണം വെട്ടിക്കുറച്ചു, കുറയ്ക്കാൻ പാടില്ല. ലൈഫ് മിഷന്റെ പണം വെട്ടിക്കുറച്ചു, കുറയ്ക്കാൻ പാടില്ല. സർ, പരമ്പരാഗത വ്യവസായം ആലപ്പുഴ അടക്കം അക്കാര്യത്തിൽ ഞാൻ കുറ്റസമ്മതം പറയുകയാണ്. സാർ, ആ പ്രശ്നത്തിൽ കൊടുക്കാനുള്ള പണം ബഹുമാനപ്പെട്ട കയർ മന്ത്രി യോഗം വിളിച്ചു കൂട്ടി. ആ പണം കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന കാര്യം പറയാനിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ 2705 കോടി വെട്ടിക്കുറച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി, ആ പണം തിരികെ കിട്ടാൻ വേണ്ടി നിങ്ങൾ തമ്മിൽ ധാരണ ഉണ്ടാക്കണം. അതുപോലെ തന്നെ പ്രവാസികൾ ഈ നാടിന്റെ സ്വത്താണ് സാർ. സാർ, ഒരു പദ്ധതിയും ഇതിനകത്ത് വെച്ചിട്ടില്ല സാർ. ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ. തൊഴിലുറപ്പ് പദ്ധതി അങ്ങ് പൈസ വെച്ചു 1500 കോടി സാർ. 2400 കോടി രൂപ വേണം സാർ. പൂർണ്ണമായി ഈ ബഡ്ജറ്റ് അവസാനിപ്പിക്കുമ്പോൾ അത് വെക്കണം. ഞാൻ ഒരു രാഷ്ട്രീയ പ്രശ്നം പരാമർശിക്കുന്നില്ല. ഈ ബഡ്ജറ്റിലെ ഒട്ടേറെ ന്യൂനതകൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു. പട്ടികജാതി വിഭാഗത്തുകാരുടെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അങ്ങനെ കാര്യം മനസ്സിലാക്കുക. കേരളത്തിന് പണം വേണം. അങ്ങയുടെ ഭാഗത്ത് പറഞ്ഞത് ശരിയാണ്. പണം ഉണ്ടാക്കാൻ കുറുക്കു വഴി പറ്റില്ല. പണം ഉണ്ടാക്കാൻ നേരെയുള്ള വഴി ചിന്തിച്ച് എല്ലാവരും കൂടി ചേർന്ന് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മുൻകൈ എടുക്കണമെന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഈ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുകയാണ് സാർ.